CK നോസ്ട്രാഡാമസിനെ കുറിച്ച് ഷഹീദ് കുറെ പറഞ്ഞു. ഈ 2023 മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമെന്നും അതിപ്പോൾ നമുക്ക് റഷ്യ യുക്രൈൻ യുദ്ധമൊക്കെ അതിന്റെ ഭാഗമാണ്, അങ്ങനെ അതും ശരിയായി, റോബോട്ടുകൾ ലോകം കീഴടക്കുന്ന കാലം വരുമെന്നും അതൊക്കെ പ്രവചിച്ചിരുന്നു. അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഭാഗം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം എത്രത്തോളം ഇടതുപക്ഷ ചിന്തയുള്ള ഒരു വ്യക്തിയാണ് എം മുകുന്ദൻ എന്ന്. ആദ്യം പിണറായി വിജയനെ ശക്തമായ രീതിയിൽ പ്രകീർത്തിച്ചിരുന്നു, പക്ഷെ പിന്നീട് വിമർശനം ഉന്നയിക്കുന്നതും കണ്ടിരുന്നു. വീണ്ടും ഇത് ഷഹീദ് ചോദിച്ചതുപോലെ ഇത് സ്വപ്നമാണോ ആഗ്രഹമായിരിക്കുമോ? ഏതായാലും വളരെ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം വളരെ തന്ത്രപരമായി അദ്ദേഹം പറഞ്ഞു, എം മുകുന്ദൻ പറഞ്ഞു എന്ന് നമുക്ക് ഇതിൽ നിന്ന് വളരെ കൃത്യമായി വായിച്ചെടുക്കാം. അദ്ദേഹത്തിന് ഒരാഗ്രഹമുണ്ട്, അടുത്ത തവണ 2026 ഇടതുപക്ഷം അധികാരത്തിൽ വരണമെന്ന്. അതിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ചില ധാരണകളുണ്ട്. ആ ധാരണകൾ അദ്ദേഹം ഒരു പ്രവാചകൻ്റെ തോളിൽ വെച്ച് കെട്ടി, അല്ലെങ്കിൽ പ്രവാചകൻ്റെ വായിലൂടെ അദ്ദേഹം അത് കൃത്യമായി പറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം ആദ്യത്തെ വാക്ക് തന്നെ ആദ്യത്തെ അക്ഷരം തന്നെ മൂ എന്നാണ്, അതായത് മുഹമ്മദ് റിയാസ് എന്ന സൂചനയാണ്. പിന്നീടാണ് അത് വിശദീകരിച്ച് അത് മരുമകൻ എന്ന നിലയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇന്ന് മരുമകൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതൃത്വത്തിൽ മരുമകൻ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് മനസ്സിലാവാത്ത ഒരാൾ പോലും ഉണ്ടാകില്ല. അതുകൊണ്ട് വളരെ തന്ത്രപൂർവ്വം അദ്ദേഹം തനിക്ക് പറയാനുള്ള കാര്യം ഒരു നോസ്ട്രാഡാമസ് എന്ന് പറഞ്ഞ ഫ്രഞ്ച് പ്രവാചകൻ്റെ വായിലൂടെ കൃത്യമായി അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഈ അഭിമുഖത്തിൻ്റെ ഏറ്റവും കാതലായ രാഷ്ട്രീയ പ്രാധാന്യം. എം മുകുന്ദനെ കുറിച്ച് നമുക്ക് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എം മുകുന്ദൻ വളരെ ശക്തമായ രാഷ്ട്രീയ കഥകൾ എഴുതുകയും നോവൽ എഴുതുകയും രാഷ്ട്രീയ ആശയങ്ങൾ പ്രസരിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ്. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുൻപ് ദിനോസറുകളുടെ ലോകം എന്ന് പറഞ്ഞ് ഗോവിന്ദനാശാൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുകയും അത് VS അച്യുതാനന്ദനുമായി അങ്ങേയറ്റം സാമ്യമുള്ള ഒരാളായി മാറുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ആ കാലത്ത് മൂന്നാർ ഉൾപ്പെടെ ഭൂമി കയ്യേറ്റത്തിനെതിരെ JCB ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ നടത്തുകയും ഭൂമി തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തപ്പോൾ അത് പ്രമേയമാക്കിക്കൊണ്ടാണ് ഗോവിന്ദനാശാൻ എന്ന കഥാപാത്രത്തെ സൃഷ്ടിക്കുകയും അത്തരത്തിലൊരു കഥ എഴുതുകയും. CK വിജയൻ തുടരുന്നുണ്ട്. CK, നമ്മൾ ഇദ്ദേഹത്തിന്റെ എം മുകുന്ദൻ എന്ന വ്യക്തിയുടെ ഒരു രാഷ്ട്രീയ ബോധം അല്ലെങ്കിൽ രാഷ്ട്രീയ ചായ്വ് സംസാരിക്കുകയായിരുന്നു. ഇപ്പം ഇതിനു മുൻപ് എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തൊക്കെ ഈ നവ ഇടതുപക്ഷം എന്നത് അവർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളല്ല എന്നൊക്കെ ശക്തമായ ഭാഷയിൽ കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട് അദ്ദേഹം. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ അടുത്ത കാലത്തായി വളരെ ശക്തവും അതോടൊപ്പം തന്നെ പ്രസക്തവുമായി ഒട്ടേറെ ഘടകങ്ങളിൽ ഒട്ടേറെ കാര്യങ്ങളിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹി ഗാഥകൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഡൽഹിയുടെ രണ്ടാമത്തെ പതിപ്പ് അല്ലെങ്കിൽ രണ്ടാം ഭാഗം എന്ന് കരുതുന്ന നോവലിനകത്ത് ഇന്ത്യക്കകത്ത് ഈ സവർണ ഹൈന്ദവ ഫാസിസ്റ്റുകൾ അല്ലെങ്കിൽ RSS BJP ചായവുള്ളവർ സംഘപരിവാർ സംഘടനകളുടെ ആധിപത്യം, അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അതെല്ലാം തന്നെ വളരെ മനോഹരമായ രീതിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇതിനു മുൻപ് കേശവൻ്റെ വിലാപങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് EMSനോടുള്ള പ്രതിപത്തി, EMSനെ എങ്ങനെയാണ് പൊതുസമൂഹം കാണുന്നത് എന്ന രീതിയിലുള്ള വളരെ കൃത്യമായ നിരീക്ഷണങ്ങളും സാധനങ്ങളും അടങ്ങിയ പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. പിന്നീട് ഈ പറയുന്ന അടുത്ത കാലത്ത് ഇറങ്ങിയ എല്ലാ പുസ്തകങ്ങളും നോക്കിയാൽ അതെ, ഒരുപക്ഷെ ഈ ആകാശത്തിൻ്റെ ചുവട്ടിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ അസ്തിത്വ പ്രശ്നങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കാൻ തുടങ്ങിയ നോവലുകൾക്ക് തുടർന്ന് ഇങ്ങോട്ട് ഒട്ടേറെ കൃതികൾ അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയം പ്രത്യക്ഷവും പരോക്ഷവുമായും അല്ലെങ്കിൽ നേരിട്ടും അല്ലാതെയുമായും ഒക്കെ വരുന്ന രീതിയിലുള്ള പ്രമേയങ്ങളും കഥാപാത്രങ്ങളും എല്ലാം തന്നെ ഒരുപാടുണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കേശവൻ്റെ വിലാപങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ കുട നന്നാക്കുന്ന ചോയ്, ഇതുൾപ്പെടെയുള്ള അത്തരത്തിലുള്ള ഏത് പുസ്തകങ്ങൾ അടുത്ത കാലത്ത് എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ അകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയുന്നത് രാഷ്ട്രീയം തന്നെയാണ്. അതുകൊണ്ട് എം മുകുന്ദൻ്റെ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമുക്കങ്ങനെ ഏതെങ്കിലും രീതിയിൽ അപ്രസക്തമാണ് എന്ന രീതിയിൽ പറയാനോ തള്ളിക്കളയാനോ കഴിയുന്നതല്ല. അതുകൊണ്ട് 100 സീറ്റിൽ ജയിക്കും എന്ന് പ്രതീക്ഷിച്ച് UDF ജയിക്കും എന്ന ഉത്തരമാണ് താൻ പ്രതീക്ഷിച്ചത് എന്ന് പറയുന്നിടത്താണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സറ്റയർ ഒളിഞ്ഞു കിടക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും മറിച്ച് വരാനുള്ള സാധ്യതയും അവിടെ ഉണ്ട് എന്ന് അദ്ദേഹം പരോക്ഷമായി സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്? ഈ അഭിമുഖത്തിലൂടെ അല്ലെങ്കിൽ ഈ സ്വപ്നത്തിലൂടെ നോസ്ട്രാഡാമസിനെ ചാരിയുള്ള ഇത് ഒരു പരിഹാസ രൂപേണയാണെങ്കിൽ അതൊരു വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് എന്തായാലും വഴിവെച്ചിട്ടുണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞും പലരും പറയാറുള്ള ഒരു കാര്യം ഇതുപോലെ സ്വപ്നത്തെ ചാരി അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണോ എന്നുള്ളതാണ്.